ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. കിളിക്കൂട് ഭാസ്കറിന്റെ പേരിലുള്ളതാണെന്ന് തെളിയിക്കാനായി വിൽപത്രം കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ് നിധി. കിളിക്കൂട്ടിൽ നിന്നും ഇറങ്ങിയ ഭാസ്കറിനും കുടുംബവും ഇപ്പം ഒരു ഹോട്ടൽ റൂമിലാണ് താമസിക്കുന്നത്. അങ്ങനെ ഒരു വിൽപത്രം ഉണ്ടെന്നും അത് എവിടാണെന്ന് തനിക്ക് അറിയില്ല എന്നുമാണ് ഭാസ്കരൻ പറയുന്നത്. തുടർന്ന് അകത്തേക്ക് കയറി വന്ന നിധിയോട് നികേഷ് ചോദിക്കാണ്, ഏട്ടത്തി പുറത്ത് വലിയ ഡിസ്കഷൻ ആയിരുന്നെന്ന് തോന്നുന്നു. എന്ത് ഡിസ്കഷൻ ആയിരുന്നടാന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നിധി പറയുകയാണ്, ഒന്നുമില്ല, നിങ്ങളുടെ അച്ഛനോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. ചുമ്മാതെ ആ വീട് എന്റേതാണെന്ന് പറഞ്ഞാൽ മതിയോ? അതിനെന്തെങ്കിലും തെളിവ് വേണ്ടേ? വിൽപത്രം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതെവിടാ, ആരുടെ കയ്യിലാണ് എന്നൊക്കെയൊന്ന് ഓർത്തെടുക്കാൻ പറഞ്ഞു. അപ്പൊ സുഭാഷ് പറയുകയാണ്, വീടിന്റെ പ്രശ്നം തീരുന്നതുവരെ നമ്മളിങ്ങനെ ഹോട്ടൽ റൂമിൽ തന്നെ താമസിക്കാൻ പറ്റില്ല. രാവിലെ ഞാൻ ബ്രോക്കറോട് സംസാരിച്ചു. സുധീഷേ, ഹരീഷേ, നിങ്ങളുടെ പരിചയക്കാരോടും വീടിന്റെ കാര്യം പറയണം. വീട് ചെറുതാണെങ്കിലും കുഴപ്പമില്ല. ആദ്യം നമുക്ക് ഒരു വാടക വീട്ടിലേക്ക് മാറണം. അതിനുശേഷം വീട് തിരിച്ചു പിടിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാം. അപ്പൊ നിധി പറയുകയാണ്, സുഭാഷ് ഏട്ടാ, കോടതിയിലൊക്കെ പോകേണ്ടി വരും. പക്ഷെ ആ വീട് നിങ്ങളുടേതാണെന്ന് തെളിയിക്കാൻ നമ്മുടെ കയ്യിൽ ഒരു പ്രൂഫും ഇല്ലല്ലോ. പിന്നെ കോടതിയിലേക്ക് പോയിട്ട് എന്താ കാര്യം? എന്തെങ്കിലും ഒരു ചെറിയ എവിഡൻസ് എങ്കിലും വേണ്ടേ? ഒന്നുമില്ലാതെ എങ്ങനെ നമ്മൾ കോടതിയിൽ പോകുക? അപ്പൊ സുഭാഷ് പറയുകയാണ്, അതൊക്കെ ശരിയാണ്. പക്ഷേ ആ വിൽപത്രം കണ്ടുപിടിക്കാൻ നമുക്കൊരു സാവകാശം വേണ്ടേ? അതുവരെ നമ്മള് ഈ ഹോട്ടലിൽ താമസിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഹരീഷ് പറയുകയാണ്, സുഭാഷ് ഏട്ടൻ പറയുന്നതിലും കാര്യമുണ്ടല്ലോ. ചെറിയ പ്രശ്നമായിരുന്നെങ്കിൽ കുഴപ്പമില്ല. വീട് പൂട്ടി സീൻ വെച്ചില്ലേ? സീൻ എടുക്കുന്നതൊന്നും സാധാരണ കാര്യമല്ല. അതിനൊരു സമയം വേണമല്ലോ. ആ സമയം വരെ നമുക്കൊരു വീട് വേണ്ടേ? ഇത് കേട്ട് നിധി പറയുന്നു, എനിക്ക് നിങ്ങൾ പറഞ്ഞത് മനസ്സിലാകാഞ്ഞിട്ടല്ല. എങ്ങനെയെങ്കിലും ആ വിൽപത്രം കണ്ടുപിടിച്ചാൽ നമ്മൾ വീട് നോക്കേണ്ട കാര്യമില്ലല്ലോ. സാധാരണ പോലെ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ താമസിക്കാലോ. ഇത് കേട്ട് നികേഷ് ചോദിക്കണ, ഏട്ടത്തി, അയാള് പറഞ്ഞത് ഏട്ടത്തി വിശ്വസിച്ചോ? അങ്ങനെ ഒരു വിൽപത്രം ഉണ്ടെങ്കിൽ തന്നെ അത് അയാളുടെ പേരിലാണെന്ന് നമ്മൾ എങ്ങനെ വിശ്വസിക്കുക? ഇത് കേട്ട് നിധി പറയണ, ആ വിൽപത്രം കണ്ടാലല്ലേ നമുക്ക് അറിയാൻ പറ്റൂ. അല്ലാതെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. നമ്മുടെ മുന്നിൽ ഈ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അത് നേരിൽ കാണാതെ ഒന്നും തീരുമാനിക്കാൻ പറ്റില്ല. സുഭാഷേട്ടന്റെ അച്ഛനോട് ചോദിച്ചു തന്നെയാ എനിക്ക് സുഭാഷേട്ടനോട് ചോദിക്കാനുള്ളത്. നിങ്ങളുടെ ഏതെങ്കിലും ബന്ധുക്കളുടെ അടുത്ത് കാണുമോ ആ വിൽപത്രം? അപ്പൊ സുഭാഷ് പറയുകയാണ്, അങ്ങനെ ബന്ധുക്കളെന്ന് പറയാൻ നമുക്ക് ആരുമില്ല. ഈ സമയം സർപ്രൈസ് എന്ന് പറഞ്ഞ വാതിലും തുറന്ന അകത്തേക്ക് കയറി വരികയാണ് നീതു. എല്ലാവരും ഞെട്ടി നീതുവിനെ നോക്കുകയാണ്. തലയിൽ കൈവച്ച് സുധീഷ് പറയുകയാണ്, ഓ, ഇത് ഇവിടെയും വന്നു. സുഭാഷ് ചോദിക്കാണ്, നീതു, നീ എങ്ങനെ ഇവിടെ വന്നത്? അപ്പൊ നീതു പറയുകയാണ്, ഹരീഷ് എന്നോട് പറഞ്ഞത് നിങ്ങൾ എല്ലാവരും ഹോട്ടലിലാണ് താമസിക്കുന്നതെന്ന്. ഇത് കേട്ട് എല്ലാവരും ഹരീഷിനെ നോക്കുമ്പോൾ ഹരീഷ് പറയുകയാണ്, നീ ചോദിച്ചത് കൊണ്ടല്ലേ ഞാൻ പറഞ്ഞത്, അതുകൊണ്ട് ഇങ്ങി പോന്നോ? എന്താ നീതു ഇത്? അപ്പൊ നീതു പറയണേ, ഇപ്പൊ എന്തു പറ്റി ഹരീഷ്? ഞാൻ നിന്നെ കാണാൻ വേണ്ടിയല്ലേ വന്നത്. സുധീഷ് ചോദിക്കണേ, ഇതെന്താ വീടാണോ? വിശേഷം അന്വേഷിച്ചു പോകാൻ? അപ്പൊ നീതു പറയുകയാണ്, സുഭാഷ് ഏട്ടാ, ഈ സുധീഷ് ഏട്ടൻ പറയുന്നത് കേട്ടില്ലേ? നിങ്ങൾ എല്ലാവരും കഷ്ടപ്പെട്ട് ഇങ്ങനെ ഹോട്ടലിൽ കഴിയുമ്പോൾ ഞാൻ എങ്ങനെ ആ വീട്ടിൽ സമാധാനത്തോടെ ഇരിക്കുക? ഇത് കേട്ട് സുധീഷ് പറയുകയാണ്, എന്താ ഒരു സ്നേഹം. നീതു ഇങ്ങോട്ട് വാന്ന് പറഞ്ഞ് നീതുവിന്റെ കയ്യിൽ പിടിച്ച് പുറത്തേക്ക് പോവുകയാണ് ഹരീഷ്. നിധി പറയുകയാണ്, സുഭാഷ് ഏട്ടാ, ഞാനും സുധീഷും ഒന്ന് പുറത്തു പോയിട്ട് വരാം. വാടക വീടൊന്നും ഇപ്പൊ അന്വേഷിക്കണ്ട. ആ വിൽപത്രം എവിടെയാണെന്ന് എങ്ങനെയെങ്കിലും കണ്ടെത്താം. വാടക വീട്ടിലേക്കൊക്കെ താമസം മാറിക്കഴിഞ്ഞാൽ പിന്നെ ആ വീട് തിരിച്ചു പിടിക്കണമെന്ന് പോലും നമ്മൾ ചിന്തിക്കില്ല. സുധീഷേ, എന്റെ കൂടെ വരുമോ? നമുക്കൊരു സ്ഥലം വരെ പോയിട്ട് വരാം. അപ്പൊ സുധീഷ് പറയണ, ഞാൻ വരാം, എനിക്ക് വേറെ എന്ത് ജോലിയാ ഉള്ളത്? നമുക്ക് പോകാൻ നിധി. സുഭാഷേട്ടാ, നികേഷേ, ഞാൻ നിധിയുടെ കൂടെ പോയിട്ട് വരാമേ. അങ്ങനെ സുധീഷ് സന്തോഷത്തോടു കൂടി നിധിയുടെ ഒപ്പം അവിടെ നിന്ന് പോവുകയാണ്. തുടർന്ന് കാർ ഡ്രൈവ് ചെയ്യുന്ന സുധീഷ് പറയുകയാണ്, നല്ല തലവേദന, നിധി ഒരു ചായ കുടിച്ചാലോ? ഇത് കേട്ട് നിധി പറയുകയാണ്, ശരി സുധീഷേ, ചായ കുടിക്കാം. അപ്പൊ സുധീഷ് പറയുന്നു, ഞാൻ നല്ലൊരു കട കാണുമ്പോ നിർത്താം. തുടർന്ന് അവർ ചായ കുടിച്ചുകൊണ്ട് കാറിലിരിക്കുകയാണ്. അപ്പൊ സുധീഷ് പറയുന്നു, എനിക്ക് ആ വീടിനോട് വലിയ അറ്റാച്ച്മെന്റ് ഒന്നും ഇല്ല നിധി. എപ്പോ നോക്കിയാലും അത് ഞങ്ങളുടെ വീടല്ല, ഈ വീട്ടിൽ നിന്നും ഇറങ്ങി പോന്ന് വല്യച്ഛൻ പറഞ്ഞത് കേട്ട് കേട്ട് എനിക്കത് ഞങ്ങളുടെ വീടായിട്ട് തോന്നിയിട്ടേ ഇല്ല. അതുകൊണ്ട് തന്നെ ആ വീടിന് എന്തെങ്കിലുമൊക്കെ കുറവുകൾ കണ്ടെത്തിക്കൊണ്ടേയിരിക്കും ഞാൻ. എന്നാലും പെട്ടെന്ന് ആ വീടും ഞങ്ങളുമായി ഒരു ബന്ധമില്ലാന്ന് പറഞ്ഞ് വീടിന് സീല് വെച്ച് പോയതൊക്കെ കണ്ടിട്ട് എനിക്ക് താങ്ങാൻ പറ്റിയില്ല. ആ വീടിനോട് വലിയ അറ്റാച്ച്മെന്റ് ഒന്നും ഇല്ലാത്ത എനിക്കിങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ സുഭാഷ് ഏട്ടന്റെ അവസ്ഥ എന്തായിരിക്കും? പാവം, ഞങ്ങൾ ജനിച്ചതും വളർന്നതും എല്ലാം ആ വീട്ടിലാ. ഇപ്പൊ പെട്ടെന്ന് ആ വീടും ഞങ്ങളുമായി ഒരു ബന്ധവുമില്ല ഇറങ്ങി പോന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവൻ ഇങ്ങനെ ചെയ്തപ്പോഴാ ആ വീട് ഞങ്ങളുടേതാണെന്ന് എനിക്ക് തോന്നി തുടങ്ങിയത്. ആ വീട് എങ്ങനെയും നമുക്ക് സ്വന്തമാക്കണം നിധി. പക്ഷെ അതിനുവേണ്ടി എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല. ഇത് കേട്ട് നിധി പറയണ, അതിനെല്ലാം വഴിയില്ലാതിരിക്കില്ല സുധീഷ്. നന്നായി ആലോചിച്ചാൽ എല്ലാത്തിനും വഴിയുണ്ടാകും. നിങ്ങളുടെ അച്ഛനാണ് ആ വീടെന്ന് നിങ്ങളുടെ മുത്തച്ഛൻ വിൽപത്രത്തിൽ എഴുതി വെച്ചിട്ടുണ്ടെന്ന് നിങ്ങളുടെ അച്ഛൻ പറയുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ വല്യച്ഛനും അമ്മായിയും അങ്ങനെയൊന്നുമില്ല, ആ വീട് എല്ലാവരുടെയും പേരിലാണ് ഉള്ളതെന്ന് പറയുന്നു. നിങ്ങളുടെ അച്ഛൻ പറയുന്ന വിൽപത്രം ഇപ്പം എവിടാണെന്നും അറിയില്ല. നമ്മള് രജിസ്റ്റർ ഓഫീസിൽ പോയി അന്വേഷിച്ചതനുസരിച്ച് വീടിന്റെ മുൻവശത്തുള്ള സ്ഥലം മുത്തച്ഛന്റെ പേരിൽ നിന്നും വല്യച്ഛന്റെ പേരിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതേപോലെ നിങ്ങളുടെ അമ്മായി താമസിക്കുന്ന വീടും അമ്മായിയുടെ പേരിലേക്ക് മാറ്റിയിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ വീട് ഇപ്പോഴും മുത്തച്ഛന്റെ പേരിൽ തന്നെയാ. അതെങ്ങനെ? അത് വെച്ചാണ് നിങ്ങളുടെ വല്യച്ഛൻ 3 പേർക്കും ആ വീട് സ്വന്തമാണെന്ന് പറയുന്നത്. എന്തുകൊണ്ട് നിങ്ങളുടെ വീട് മാത്രം ആരുടെ പേരിലേക്കും മാറ്റിയില്ല? നിങ്ങളുടെ
അച്ഛൻ പറഞ്ഞതിൽ കാര്യമുണ്ട്. നമ്മൾ താമസിച്ചിരുന്ന വീട് നിങ്ങളുടെ അച്ഛന്റെ പേർക്ക് തന്നെ ഉള്ളതാ. അതിനടുത്തുള്ള സ്ഥലം വല്യച്ഛന്റെ പേരിലും മറ്റൊരു വീട് അമ്മായിയുടെ പേരിലുമാണ്. ലോജിക്കൊക്കെ ശരിയാ. നിങ്ങളുടെ വല്യച്ഛനും അമ്മായിക്കും കിട്ടേണ്ട സ്വത്തുക്കളെല്ലാം അവരുടെ പേരിലേക്ക് മാറിയിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ അച്ഛനെന്ന് പറഞ്ഞ വീട് മാത്രം മുത്തച്ഛന്റെ പേരിലാണ്. അതെന്തുകൊണ്ടാ? അപ്പൊ സുധീഷ് പറയുകയാണ്, എനിക്കറിയില്ല നിധി. അയാൾ ഒരു കാര്യവും മര്യാദയ്ക്ക് ചെയ്യില്ലല്ലോ. കുറെ കാലം ജയിലിൽ കഴിഞ്ഞു. പിന്നെ ലോഡുമായി ഏതെങ്കിലും നാട്ടിലേക്കൊക്കെ പോകും. അച്ഛൻ വീട്ടിലുണ്ടായിരുന്നത് കുറച്ചുനാൾ മാത്രമാ. പക്ഷെ അവരൊക്കെ കണ്ടില്ലേ എന്ത് ഉത്തരവാദിത്വത്തോടു കൂടിയാ അവരുടെ പേരിലേക്ക് സ്വത്തുക്കളെല്ലാം മാറ്റിയതെന്ന്. അപ്പൊ നിധി പറയുകയാണ്, നിങ്ങളുടെ അച്ഛൻ പറയുന്നുണ്ട് അച്ഛന്റെ പേരിൽ ആ വീടിന്റെ വിൽപത്രം ഉണ്ടെന്ന്. ഒരുപക്ഷെ നിങ്ങളുടെ വല്യച്ഛനും അമ്മായിയും ആ വിൽപത്രം മാറ്റിയതാണോ? അപ്പൊ സുധീഷ് പറയുകയാണ്, അതിനുള്ള സാധ്യതയൊന്നുമില്ല. അവരുടെ കയ്യിൽ അങ്ങനെ ഒരു വിൽപത്രം ഉണ്ടായിരുന്നെങ്കിൽ അത് കാണിച്ച് അവരെന്നേ പ്രശ്നം ഉണ്ടാക്കിയേനെ. ഇങ്ങനെ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കില്ലായിരുന്നല്ലോ. അവരുടെ കയ്യിൽ ഒരു കാരണവശാലും വിൽപത്രം ഉണ്ടാകില്ല. അപ്പൊ നിധി പറയുകയാണ്, ഒരുപക്ഷെ അവരുടെ കയ്യിൽ ആ വിൽപത്രം ഉണ്ടെങ്കിലോ അവരുടെ രണ്ടുപേരുടെയും പേരിലല്ല നിങ്ങളുടെ അച്ഛന്റെ പേരിലാണ് ആ വീടെങ്കിൽ അവരത് കാണിക്കൂ. ഇത് കേട്ട് സുധീഷ് പറയുകയാണ്, ഞാൻ ഇങ്ങനെ ചിന്തിച്ചില്ല. അപ്പൊ നിധി പറയുന്നു, സുധീഷ് ആദ്യം നമുക്ക് ആ വിൽപത്രം കണ്ടുപിടിക്കണം. അത് കിട്ടിയാലേ പകുതി പ്രശ്നം തീരും. ഇത് കേട്ട് സുധീഷ് പറയുകയാണ്, അത് ശരിയാ, ഞാൻ ഇത് ആലോചിച്ചതേ ഇല്ലല്ലോ. വല്യച്ഛനിട്ടുള്ള പണി വരുന്നുണ്ട്. തുടർന്ന് കിളിക്കൂടിന്റെ ഗേറ്റിന്റെ അരികിലേക്ക് വന്ന ഭാസ്കരൻ ചുറ്റും നോക്കി ഗേറ്റ് തുറക്കാനായി ശ്രമിക്കുകയാണ്. ഒരു കല്ലെടുത്തോണ്ട് വന്ന് ഗേറ്റിന്റെ പൂട്ട് ഇടിച്ചു പൊടിക്കാനായി ശ്രമിക്കുകയാണ്. അവിടേക്ക് വന്ന സുഭാഷ് ഓടി വന്ന് ഭാസ്കരനെ തടഞ്ഞോണ്ട് പറയുന്നു, അച്ഛാ ഇങ്ങനെയൊന്നും ചെയ്യല്ലേ, എന്തായി ചെയ്യുന്നത്? അപ്പൊ ഭാസ്കരൻ ചോദിക്കണ, നീ എന്തിനാടാ ഇങ്ങോട്ട് വന്ന്? നീ പോടാ. സുഭാഷ് പറയുന്നു, അച്ഛാ പറയുന്ന കേക്ക്, ഇത് വലിയ തെറ്റാണ്. ഇതൊന്നും ഇടിച്ചു പൊളിക്കാൻ പാടില്ല. പറയുന്നത് കേക്കച്ഛാ. ഈ സമയം അവിടെ കൂടി വന്ന ലളിത ചോദിക്കുകയാണ്, എടാ മഹാഭാവികളെ, അച്ഛനും മകനും കൂടി ചേർന്ന് പൂട്ട് പൊളിക്കാൻ ശ്രമിക്കുന്നു. ഇത് പോലീസുകാരിറങ്ങിയാൽ നിങ്ങളെ അകത്താക്കും. നീ പൊടിയെന്ന് ഭാസ്കരൻ പറയുമ്പോൾ സുഭാഷ് പറയുകയാണ്, നേ നോക്കമ്മായി, അച്ഛൻ പൂട്ട് പൊളിച്ചില്ലല്ലോ, ഞാൻ തടഞ്ഞു. ഭാസ്കരൻ പറയുകയാണ്, നീ പോയി പോലീസിനെ വിളിക്ക്, ഞങ്ങളെ അകത്താക്കട്ടെ. ഓ അങ്ങനെയാണോ? എങ്കിൽ ഞാൻ ഫോൺ വിളിക്കട്ടെന്ന് പറഞ്ഞ് ലളിത ഫോൺ എടുത്ത് വിളിക്കാനായി തുടങ്ങുമ്പോൾ, നീ ഒന്ന് വിളിക്കടി എന്ന് പറഞ്ഞ് ഫോൺ പിടിച്ചു വാങ്ങിച്ച് വലിച്ചെറിയുകയാണ് ഭാസ്കരൻ. നിങ്ങൾ എന്താണ് ചെയ്തതെന്ന് ചോദിച്ച് ലളിത ആ ഫോൺ എടുക്കുമ്പോൾ കൈകൂപ്പി സുഭാഷ് പറയുന്നു, അമ്മായി ക്ഷമിക്കണം, ഞാൻ അച്ഛനെ കൂട്ടിക്കൊണ്ട് പോയിക്കോളാം. ലളിത ചോദിക്കുന്നു, ഇയാൾ ആരാ? എന്റെ ഫോൺ എടുത്ത് വലിച്ചെറിഞ്ഞിരിക്കുന്നു. പോലീസിനെ പേടിയില്ല എന്ന് പറയുന്നു. ഞാൻ പോലീസുകാരോട് പറയുന്നുണ്ട്, സഹോദരനാണെന്ന് പോലും ഞാൻ വിചാരിക്കില്ല. ഭാസ്കരൻ ചോദിക്കുന്നു, ഇപ്പോഴാണോ നീ അറിഞ്ഞത് ഞാൻ നിന്റെ സഹോദരനാണെന്ന്? നിനക്ക് അല്പം മനസാക്ഷിയെങ്കിലും ഉണ്ടോ? അച്ഛൻ ഈ വീട് എനിക്ക് തന്നതാണെന്ന് നിനക്കറിയില്ലേ? കിട്ടിയ സ്വത്ത് പോരാഞ്ഞിട്ടാണോ നീ എന്റെ സ്വത്തും കൂടി സ്വന്തമാക്കാൻ ശ്രമിക്കുന്നത്? എല്ലാ സ്വത്തുക്കളും നിങ്ങൾക്ക് മാത്രം മതിയോ? ഞാനും എന്റെ മക്കളും തെരുവിലിറങ്ങണോ? ദേ നോക്ക്, ഈ പൂട്ട് മാത്രമല്ല നിന്റെ തലയും കൂടി ചേർത്ത് ഉടയ്ക്കുന്നുണ്ട് ഞാൻ. അങ്ങനെ ഭാസ്കരൻ ദേഷ്യത്തോടു കൂടി ലളിതയുടെ അരികിലേക്ക് പോകുമ്പോൾ, അച്ഛ ഒന്ന് വെറുതെ ഇരിക്കുന്നു പറഞ്ഞ് സുഭാഷ് ഭാസ്കരനെ തടയുകയാണ്. അച്ഛ ഉള്ള പ്രശ്നം പോരാഞ്ഞിട്ടാണോ അച്ഛൻ വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? ആ കല്ല് താഴെയിടെന്ന് പറഞ്ഞ് ഭാസ്കരന്റെ കയ്യിൽ നിന്നും കല്ല് വാങ്ങിച്ച് വലിച്ചെറിയുകയാണ് സുഭാഷ്. ലളിത ചോദിക്കുന്നു, നിങ്ങൾ എന്റെ തല പൊട്ടിക്കുമെന്ന് പറഞ്ഞില്ലേ? ഇതിനും കൂടി ചേർത്ത് ഞാൻ നിങ്ങളുടെ പേരിൽ കേസ് കൊടുക്കുന്നുണ്ട്. ഇത് കേട്ട് ഭാസ്കരൻ പറയുകയാണ്, കൊടു ഓടി ചെന്നുകൊടു. അപ്പൊ ലളിത പറയുകയാണ്, ജീവിതകാലം അത്രയും നിങ്ങൾ ജയിലിൽ കഴിയേണ്ടി വരും. അപ്പൊ ഭാസ്കരൻ പറയുകയാണ്, ഞാൻ ജീവിതകാലം അത്രയും ജയിലിൽ കഴിഞ്ഞോളാം. ജയിലിലേക്ക് പോകുന്നതിന് മുമ്പേ നിന്നെ കൊന്നിട്ടേ ഞാൻ പോകും. ഇപ്പൊ തന്നെ വിളിക്കാന്ന് പറഞ്ഞ് ലളിത പോലീസിനെ വിളിക്കാനായി തുടങ്ങുമ്പോൾ സുഭാഷ് പറയുകയാണ്, അമ്മായി പോലീസിനെ വിളിക്കരുത്. അച്ഛന്റെ വിഷമം കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാ. ദയവ് ചെയ്ത് ക്ഷമിക്കണം. അച്ഛന് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുക. ഇവളോടൊക്കെ നീ എന്തിനാടാ മാപ്പ് ചോദിക്കുന്നതെന്ന് ഭാസ്കരൻ ചോദിക്കുമ്പോൾ സുഭാഷ് പറയുകയാണ്, അമ്മായി ഞാൻ അച്ഛനെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ട് പോയിക്കോളാം. അപ്പൊ ലളിത പറയണ, ദേ നോക്ക് സുഭാഷ്, ഇയാൾ ഇവിടെ വന്ന് നിൽക്കുന്നത് ഇത് അവസാനത്തെ തവണ ആയിരിക്കണം. ഇനി ഒരിക്കൽ കൂടി ഇയാളെ ഞാൻ ഇവിടെ കണ്ടാൽ ഞാൻ സംസാരിക്കാൻ വരികയൊന്നുമില്ല. പോലീസുകാരെ കൂട്ടിക്കൊണ്ടുവന്ന് ഇയാളെ അകത്താക്കിയിട്ട് ഞാൻ എന്റെ ജോലി നോക്കി പോകും. അപ്പൊ സുഭാഷ് പറയണ, അമ്മായി അച്ഛൻ ഇനി ഇങ്ങോട്ട് വരില്ല, ഞാൻ നോക്കിക്കോളാം. ഇയാളെ കൂട്ടിക്കൊണ്ടുപോകുന്ന ലളിത പറയുമ്പോൾ ഭാസ്കരൻ പറയണ, ഇവളോടൊക്കെ അപേക്ഷിക്കാൻ നിനക്ക് നാണമില്ലടാ. അച്ഛൻ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞ് ഭാസ്കരനെ പിടിച്ചു വലിച്ച് അവിടെ നിന്ന് കൊണ്ടുപോവുകയാണ് സുഭാഷ്. ലളിത പറയണ, ഇനി ഈ ഭാഗത്ത് കണ്ടുപോകരുത്, പൂട്ട് പൊളിക്കാൻ വന്നിരിക്കുന്നു കള്ളുകുടിയൻ. തുടർന്ന് സുധീഷിന്റെയും നിധിയുടെയും ഒപ്പം കാറിലിരിക്കുകയാണ് ഹരീഷും നികേഷും. നികേഷ് ചോദിക്കുന്നു, എന്തിനാ സുധീഷ് ഏട്ടാ ഞങ്ങളോട് അത്യാവശ്യമായിട്ട് ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞത്? അപ്പൊ സുധീഷ് ചോദിക്കുന്നു, എന്താ കളക്ടർക്ക് അത്യാവശ്യ ജോലി വല്ലതും ഉണ്ടോ? അപ്പൊ നികേഷ് പറയണ, അങ്ങനെയൊന്നുമില്ല സുധീഷ് ഏട്ടാ, റൂമിൽ കിടന്ന് ഉറങ്ങാന്ന് വിചാരിച്ചു. അപ്പൊ സുധീഷ് ചോദിക്കണ, എങ്ങനെ നിനക്ക് കിടന്ന് ഉറങ്ങാൻ തോന്നുന്നു? തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോകണമെന്നുള്ള ഒരാഗ്രഹവും ഇല്ലേ നിനക്ക്? ഇത് കേട്ടാ നികേഷ് ചോദിക്കണ, സുധീഷ് ഏട്ടനല്ലേ ചോദിച്ചത് അതൊക്കെ ഒരു വീടാണോ? ആ വീട്ടിൽ നിന്നും പുറത്തിറങ്ങിയാലേ നമുക്ക് ഐശ്വര്യം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞത്? അങ്ങനെ പറഞ്ഞില്ല ഹരീഷ് ഏട്ടാ. അപ്പൊ ഹരീഷ് പറയണ, അതെ സുധീഷ് ഏട്ടൻ അങ്ങനെ പറഞ്ഞതാ. ഇത് കേട്ട് സുധീഷ് പറയണ, അപ്പോഴത്തെ ദേഷ്യത്തിലും വിഷമത്തിലും ഞാൻ എന്തോ പറഞ്ഞതാ, അത് നിങ്ങൾ ഇപ്പോഴും ഓർത്തോണ്ടിരിക്കുക. നിധി ഇവരെ ഇങ്ങോട്ട് വിളിച്ച എന്തിനാണെന്ന് പറ. അപ്പൊ നിധി പറയണ, ദേ നോക്ക്, ഞാൻ നിങ്ങളുടെ അച്ഛനോട് സംസാരിച്ചു. ആ വിൽപത്രം നിങ്ങളുടെ ബന്ധുക്കളുടെ ആരുടെയോ കയ്യിലുണ്ട്. ആ വിൽപത്രം തിരിച്ചു കിട്ടിയാൽ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തീരും. ഇത് കേട്ട് നികേഷ് പറയണ, സൂപ്പർ ഏട്ടത്തി, ഇപ്പോ വിൽപത്രം എവിടെയാണെന്നറിയാൻ നമ്മൾ എന്താ ചെയ്യുക? അപ്പൊ ഹരീഷ് പറയണ, എന്ത് ചെയ്യണമെന്ന് ആലോചിക്കാൻ വേണ്ടിയല്ലേ നമ്മൾ എല്ലാവരും ഇങ്ങനെ കാറിലിരിക്കുന്നത്? നികേഷ് ചോദിക്കണ, ഓ അങ്ങനെയാണോ? അപ്പൊ നിധി പറയണ, അതെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു സംശയമുണ്ട്, ആ വിൽപത്രവുമായി വല്യച്ഛൻ എന്തോ ബന്ധമുണ്ടെന്ന്. അപ്പൊ സുധീഷ് പറയണ, അതേടാ
അയാളെ വിശ്വസിക്കാൻ കൊള്ളില്ല. ഒരുപക്ഷെ ആ വിൽപത്രം കയ്യിൽ വെച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെങ്കിലോ? അയാൾക്ക് അങ്ങനെയൊക്കെ ചെയ്യാനുള്ള ധൈര്യം ഉണ്ടോന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ നിധി പറയുകയാണ്, വെല്ലിച്ചിനെ അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ. ഞങ്ങൾക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. ആ സംശയം തീർക്കണ്ടേ? അതല്ലാതെ നമ്മുടെ മുന്നിൽ വേറെ ഓപ്ഷൻസും ഇല്ല. ശരി, ഇപ്പൊ നമ്മൾ എന്താ ചെയ്യുക എന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, വേറെന്താ ചെയ്യുക? വെല്ലിച്ചിനോട് നേരെ ചെന്നങ്ങ് ചോദിക്കണം. അപ്പൊ ഹരീഷ് പറയുകയാണ്, അങ്ങനെ ചോദിച്ചാൽ നമ്മളോട് പറയുമോ? അപ്പൊ സുധീഷ് പറയുകയാണ്, അതൊക്കെ പറയും. അതിനുള്ള പ്ലാൻ ഒക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്. നമ്മൾ വെല്ലിച്ചനോട് ചോദിക്കും. പക്ഷെ നമ്മളാണ് ചോദിച്ചതെന്ന് വെല്ലിച്ചന് മനസ്സിലാകരുത്. അങ്ങനെ വേണം ചോദിക്കാൻ. ഇത് കേട്ട് ഹരീഷിനെ നോക്കിയിട്ട് നികേഷ് ചോദിക്കണ, സുധീഷ് ഏട്ടാ അതെങ്ങനെയാ ചോദിക്കുക? അപ്പൊ സുധീഷ് ചോദിക്കണ, ഇത്രയ്ക്ക് വ്യക്തമായിട്ട് പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലായില്ലേ? സത്യമായിട്ട് മനസ്സിലായില്ല എന്ന് നികേഷ് പറയുമ്പോൾ സുധീഷ് ചോദിക്കണ, എടാ ഹരീഷ് നിനക്ക് മനസ്സിലായില്ലേ? അപ്പൊ ഹരീഷ് പറയണ, മുഖം മറിച്ച് അയാളെ ലോക്ക് ചെയ്ത് നമ്മളാണ് ചോദിക്കുന്നതെന്ന് അയാള് മനസ്സിലാക്കാത്ത രീതിയിൽ ചോദിക്കണമല്ലേ? പുഞ്ചിരിച്ച് സുധീഷ് പറയുന്നു, സൂപ്പർഡാ ഹരീഷ്, ഇതുകൊണ്ടാ ഞാൻ പറഞ്ഞത് ഹരീഷിനെ വിളിച്ചു വരുത്തണമെന്ന്. ഇത് കേട്ട് നികേഷ് പറയുകയാണ്, എങ്കിൽ പിന്നെ ഹരീഷ് ഏട്ടനെ മാത്രം വിളിച്ചാൽ മതിയായിരുന്നല്ലോ, എന്നെ വിളിക്കണ്ടായിരുന്നല്ലോ. അപ്പൊ നിധി പറയുന്നു, നികേഷ് സുധീഷ് പറയുന്നത് കാര്യമാക്കണ്ട. നമ്മുടെ പ്ലാൻ വെല്ലിച്ചനെ വിരട്ടി കാര്യങ്ങൾ അറിയുക എന്ന് മാത്രമല്ല. അങ്ങനെ നിധി ആ പ്ലാൻ വിശദമായി ഹരീഷിനോടും നികേഷിനോടും പറയുകയാണ്. തുടർന്ന് നിധി പറയുന്നു, നികേഷ് ഹരീഷ് കെയർഫുൾ ആയിരിക്കണം, പിടിക്കപ്പെടരുത്. പുഞ്ചിരിച്ച നികേഷ് പറയുകയാണ്, ഇതാണോ കാര്യം? ഇത് ചെയ്യാട്ടത്തി ഞങ്ങൾ ഭംഗിയായി ചെയ്തു തരാം. അപ്പൊ സുധീഷ് പറയുന്നു, ഈ സമയത്ത് വെല്ലിച്ചൻ ഈ വഴി വരുന്നത് നിങ്ങളുടെ മുഖം മറച്ച് വെല്ലിച്ചന്റെ അരികിലേക്ക് ചെല്ലണം. പറഞ്ഞതുപോലെ എല്ലാം ചെയ്യണം. വെല്ലിച്ചൻ നിങ്ങളെ ഒരു കാരണവശാലും തിരിച്ചറിയരുത്. പിന്നിടത്തെ സീറ്റില് ജാക്കറ്റ് ഉണ്ട്, അതെടുത്തിട്ട് മുഖം മറച്ചിട്ട് വേണം പോകാൻ. ഇത് കേട്ടവർ ജാക്കറ്റ് എടുക്കുകയാണ്. ഹരീഷ് പറയുന്നു, എടാ നികേഷ് ആ വൈറ്റ് ജാക്കറ്റ് എനിക്കിതാ. അപ്പൊ നികേഷ് പറയുകയാണ്, തരില്ല, എനിക്ക് വേണം വൈറ്റ്. അതെനിക്ക് താന്ന് പറഞ്ഞ് ഹരീഷും നികേഷും കൂടെ വൈറ്റ് ജാക്കറ്റിന് അടിയുണ്ടാക്കുകയാണ്. ഇതുകൊണ്ട് സുധീഷ് ചോദിക്കുന്നു, എന്താണ് ഇത്? ഏതെങ്കിലും ഇട്ടാ പോരെ? ഏതെങ്കിലും ഒരെണ്ണം എടുത്തിട്ട് ഈ മാസ്കും വെച്ചോണ്ട് പോകും. തുടർന്നവർ ഗംഗാധരം വരുന്നത് കാത്തിരിക്കുകയാണ്. നിങ്ങൾ റെഡിയല്ലേ എന്ന് നിധി ചോദിക്കുമ്പോൾ നികേഷ് പറയുന്നു, റെഡി ആയിട്ടെത്തി. ഈ സമയം ഒരു സഞ്ചിയൊക്കെ പിടിച്ച് ഗംഗാധരൻ ആവടി വരികയാണ്. സുധീഷ് പറയുന്നു, വരുന്നുണ്ട്. അങ്ങനെ സുധീഷ് നികേഷിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. നികേഷ് ഫോൺ അറ്റൻഡ് ചെയ്തിട്ട് സുധീഷിനോട് ചോദിക്കുന്നു, എന്തിനാ സുധീഷ് ഏട്ടൻ എന്റെ ഫോണിലേക്ക് വിളിച്ചത്? അപ്പൊ സുധീഷ് പറയുകയാണ്, ഫോൺ കട്ട് ചെയ്യണ്ട, ലൈനിൽ തന്നെ ഇരിക്കട്ടെ. അവിടെ പോയി നിങ്ങൾ എന്താ സംസാരിക്കുന്നതെന്ന് ഞങ്ങളും കേൾക്കട്ടെ, അതുകൊണ്ടാ പറഞ്ഞത്. ഓ അങ്ങനെയെന്ന് പറഞ്ഞ് നികേഷ് ഫോൺ പോക്കറ്റിലേക്ക് വെക്കുകയാണ്. സുധീഷ് ചോദിക്കുന്നു, എടാ ഹരീഷ് പ്ലാൻ കുളമാക്കില്ലല്ലോ? അപ്പൊ ഹരീഷ് പറയുന്നു, കുളം ഒന്നും ആകില്ല സുധീഷ് ഏട്ടാ. നികേഷ് വാടാ. അപ്പൊ സുധീഷ് പറയുകയാണ്, എടാ ഹരീഷ് അവിടെ പോയി നികേഷെന്നൊന്നും വിളിച്ചേക്കരുതേ. ശരി, അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാന്ന് ഹരീഷ് പറയുമ്പോൾ സുധീഷ് പറയുകയാണ്, ഓക്കെ റെഡി ഗൈസ്, ഗെറ്റ് റെഡി, മൂവ്. പെട്ടെന്ന് പോടാ, സമയമായി. ഹരീഷും നികേഷും കാറിൽ നിന്ന് ഇറങ്ങി മറങ്ങി നിൽക്കുകയാണ്. ഹരീഷ് പറയുന്നു, എടാ നികേഷ് 2 മിനിറ്റേ നമുക്ക് സമയമുള്ളൂ. അയാളെ പിടിച്ചു വലിച്ചു കൊണ്ടുവരണം, ആരും കാണരുത്. സുധീഷും നിധിയും ഫോൺ സ്പീക്കറിലിട്ട് പുറത്തേക്ക് ശ്രദ്ധിച്ചിരിക്കുകയാണ്. ഗംഗാധരൻ റോഡ് സൈഡിലൂടെ നടന്നു പോകുമ്പോൾ പിന്നിലേക്ക് ഓടി വന്ന ഹരീഷും നികേഷും ഗംഗാധരന്റെ വാ പൊത്തി പിടിച്ചു വലിച്ച് ഒരു ബിൽഡിങ്ങിന്റെ പിന്നിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇത് കണ്ട് സന്തോഷത്തോടു കൂടി നിധിയും സുധീഷും പറയുന്നു, സൂപ്പർ. ഭയത്തോടു കൂടി ഗംഗാധരൻ ചോദിക്കുന്നു, ആരാ നിങ്ങളൊക്കെ? എന്റെ കയ്യിലുള്ളതൊക്കെ മോഷ്ടിക്കാൻ വന്നതാണോ? ശബ്ദം മാറ്റി ഹരീഷ് ചോദിക്കുന്നു, മോഷ്ടിക്കാനോ? ഒരു ചെയിനോ മോതിരമോ ഒന്നും ഇട്ടിട്ടില്ല. എന്താ പിന്നെ ഞങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് മോഷ്ടിക്കുക? ഇത് കേട്ട് ചിരി അടക്കി പിടിച്ചിരിക്കുകയാണ് സുധീഷും നിധിയും. ഗംഗാധരൻ ചോദിക്കുന്നു, പിന്നെ എന്തിനാടാ എന്നെ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുന്നേ? ഹരീഷ് ചോദിക്കുന്നു, നിങ്ങളുടെ സ്വത്ത് എവിടൊക്കെയുണ്ട്? ഗംഗാധരൻ ചോദിക്കണേ, എന്താ എന്റെ സ്വത്തൊക്കെ എഴുതി വാങ്ങിക്കാനാണോ? അപ്പൊ ഹരീഷ് പറയുന്നു, ചോദിച്ചതിന് മറുപടി പറയടോ. അപ്പൊ ഗംഗാധരൻ പറയുന്നു, കിളിക്കൂട് ഭാസ്കരൻ താമസിച്ചിരുന്ന വീടില്ലേ, അതിന് ചുറ്റുമുള്ള സ്ഥലമല്ല എന്റേതാ. ഹരീഷ് ചോദിക്കുന്നു, അപ്പൊ ആ വീടോ? ഗംഗാധരൻ ഭയത്തോടു കൂടി നിൽക്കുമ്പോൾ നികേഷ് പറയണ, പറയടോ. അപ്പൊ ഗംഗാധരൻ പറയണ, ആ വീട് ഇതുവരെ എന്റെ പേരിലേക്ക് മാറ്റിയിട്ടില്ല, അത്രേ ഉള്ളൂ. നികേഷ് ചോദിക്കുന്നു, അതെങ്ങനാ? ആ സ്ഥലം നിങ്ങളുടേതാണെന്ന് പറയുന്നു, വീട് നിങ്ങളുടേതല്ലെന്നും പറയുന്നു. അപ്പൊ ഗംഗാധരൻ പറയുകയാണ്, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ. ആ വീട് എന്റേതാ, പക്ഷെ ആ വീട് കേസിലാ, അതുകൊണ്ട് അധികാരത്തോടു കൂടി അതെന്റെ വീടാണെന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾ എന്തിനാ ഇതൊക്കെ ചോദിക്കുന്നത്? അപ്പൊ ഹരീഷ് പറയുകയാണ്, കഴുത്തിലും കയ്യിലും ഒന്നുമില്ല, സ്വത്തും ഇല്ല. എടാ എന്തിനാടാ ഇയാളെ തട്ടിക്കൊണ്ടു പോകുന്നത്? അപ്പൊ ഗംഗാധരൻ പറയുകയാണ്, എനിക്ക് സ്വത്തില്ലെന്നോ? സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഹരീഷ് പറയുകയാണ്, സ്ഥലം വെച്ച് എന്ത് ചെയ്യാനാ? നിങ്ങൾക്കൊരു വീട് പോലും ഇല്ലല്ലോ. അപ്പൊ നികേഷ് പറയുകയാണ്, താൻ ഒരു ഡമ്മിയാണോ? അപ്പൊ ഗംഗാധരൻ ചോദിക്കുന്നു, ഞാൻ ഡമ്മിയാണെന്നോ? വീട് കുറച്ചു നാളിനുള്ളിൽ എന്റെ കയ്യിൽ വരും. നികേഷ് ചോദിക്കുന്നു, എങ്ങനെ വരും? വീട് നിങ്ങളുടേതാണെന്ന് പറയാൻ നിങ്ങളുടെ അച്ഛൻ ആ വീട് നിങ്ങളുടെ പേരിൽ എഴുതി തന്നിട്ടുണ്ടോ? അതോ വിൽപത്രം നിങ്ങളുടെ കയ്യിൽ തന്നിട്ടാണോ അങ്ങേര് പോയത്? അപ്പൊ ഹരീഷ് പറയുന്നു, അങ്ങനെ ഒരു വിൽപത്രം ഉണ്ടെങ്കിൽ മര്യാദയ്ക്ക് അതിങ്ങ് താടോ, അത് മേടിച്ചു വെച്ചിട്ട് ഞങ്ങൾ നിങ്ങളെ വിട്ടോളാം. മര്യാദയ്ക്ക് ആ വിൽപത്രം താടോ, അത് വെച്ച് നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ഭാസ്കരൻ ചോദിക്കുമ്പോൾ ഹരീഷ് പറയുകയാണ്, വിൽക്കാൻ പോകുക. ഭാസ്കരൻ ചോദിക്കുന്നു, അയ്യോ ആരാ നിങ്ങളൊക്കെ? ഇത് പുതിയ രീതിയിലുള്ള മോഷണമാണെന്ന് തോന്നുന്നല്ലോ. അപ്പൊ ഹരീഷ് പറയുകയാണ്, എടോ മര്യാദയ്ക്ക് പോയി വിൽപത്രം എടുത്തോണ്ട് വാടോ. നിങ്ങൾ എവിടെയാ താമസിക്കുന്നത്? ഭയത്തോടുകൂടി ഗംഗാധരൻ പറയുകയാണ്, ഞാൻ എന്റെ സഹോദരിയുടെ വീട്ടിലാ താമസിക്കുന്നത്. അപ്പൊ ഹരീഷ് പറയുന്നു, അവിടെ വിൽപത്രം ഇരിപ്പില്ലേ, അവിടെ നിന്ന് വിൽപത്രം എടുത്തോണ്ട് വാ. ഗംഗാധരൻ ഭയത്തോടുകൂടി അവരെ നോക്കുമ്പോൾ ഹരീഷ് പറയുക
പറയണ ഇയാളോട് ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, നീ ആ കത്തി ഇങ്ങെടുക്കടാ. ഉറക്കക്കാരൻ കൊണ്ട് ഗംഗാധരൻ പറയണ അയ്യോ കത്തി കാണിക്കല്ലേ. നികേഷ് പറയുന്നു താൻ ഇങ്ങനെ ബഹളം വെച്ചാൽ ഞാൻ കത്തി എടുക്കും. അപ്പൊ ഹരീഷ് പറയണ ദേ നോക്ക്, മര്യാദയ്ക്ക് വിൽപത്രം തന്നില്ലെങ്കിൽ ഇവന്റെ കയ്യിലിരിക്കുന്ന കത്തി എടുത്ത് തന്റെ വയറ്റിൽ കുത്തും ഞാൻ. കത്തി എടുക്കട്ടെ എന്ന് നികേഷ് ചോദിക്കുമ്പോൾ ഗംഗാധരൻ പറയണ അയ്യോ വേണ്ട, സത്യമായിട്ടും ആ വിൽപത്രം എന്റെ കയ്യിലില്ല. അപ്പൊ നികേഷ് പറയണ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നിങ്ങളുടെ പെങ്ങളോട് ചോദിക്ക്. കരഞ്ഞോണ്ട് ഗംഗാധരൻ പറയണ ഞങ്ങളുടെ ആരുടെ കയ്യിലും ആ വിൽപത്രം ഇല്ല, ദയവ് ചെയ്ത് എന്നെ വിശ്വസിക്ക്. ഹരീഷ് ചോദിക്കുന്നു എന്താ കള്ളം പറയുകയാണോ? എടാ കത്തി എടുക്കടാ. ഉറക്കക്കരഞ്ഞോണ്ട് ഗംഗാധരൻ പറയുന്നു അയ്യോ എനിക്ക് പേടിയാവുന്നേ, കത്തി കത്തി. അപ്പൊ നികേഷ് പറയണ താൻ സത്യം പറഞ്ഞില്ലെങ്കിൽ താന്റെ ഞാനിപ്പോ കുത്തും. അപ്പൊ ഗംഗാധരൻ പറയുന്നു സത്യമായിട്ടും ആ വിൽപത്രം ഞങ്ങളുടെ ആരുടെ കയ്യിലും ഇല്ല, എന്റെ പേരില് ആ സ്ഥലം മാത്രമേ ഉള്ളൂ. ആ വീടിന്റെ വിൽപത്രം എന്റെ അനിയൻ ഭാസ്കരന്റെ കയ്യിലാ ഉള്ളത്, അവനത് എവിടെ കൊണ്ടുപോയി കളഞ്ഞു. ഇത് കെട്ടിച്ചിട്ട് മുഖത്തോട് മുഖം നോക്കുകയാണ് സുധീഷും നിധിയും. ഗംഗാധരൻ പറയുകയാണ് ഞാൻ വേണമെങ്കിൽ എന്റെ പെങ്ങളോട് സംസാരിച്ച് അവളുടെ വീടിന്റെ വിൽപത്രം നിങ്ങൾക്ക് തരാൻ പറയട്ടെ. ഹരീഷ് ചോദിക്കുന്നു നിങ്ങൾ ചോദിച്ചാ തരുവോ? അപ്പൊ ഗംഗാധരൻ പറയണ കുറച്ച് പാടാ, പക്ഷെ എന്റെ ജീവൻ ആപത്താണെന്നറിഞ്ഞാൽ അവള് തരും. ഇത് കേട്ട് ഹരീഷ് പറയണ നിങ്ങൾ ആ വിൽപത്രം എടുത്തോണ്ട് വന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവന് ആപത്തുണ്ടാകും. നികേഷ് പറയണ ഞാൻ കത്തി എടുക്കട്ടെ, ഇയാള് വിൽപത്രം ഒന്നും കൊണ്ടുവരില്ല, ഇയാള് ഇവിടെ വെച്ച് തന്നെ തീർക്കുന്നതാ നല്ലത്. ഇതെല്ലാം കേട്ട് സുധീഷ് പറയുന്നു നിധി വാ, ഇനി അവന്മാരുടെ കയ്യിൽ നിൽക്കില്ല. അങ്ങനെ സുധീഷും നിധിയും അവരുടെ അരികിലേക്ക് ഓടി പോവുകയാണ്. സുധീഷ് ചോദിക്കുന്നു ആരാടാ അത്? വെല്ലിച്ച, നിങ്ങൾ എന്തായി ചെയ്യുന്നതെന്ന് ചോദിച്ച് നിധിയും അരികിലേക്ക് ഓടി ചെല്ലുകയാണ്. ആരാടാ ഞങ്ങളുടെ വെല്ലിച്ചന്റെ ദേഹത്ത് കൈവച്ചെന്ന് ചോദിച്ച് സുധീഷ് ഹരീഷിനെയും നികേഷിനെയും തല്ലുകയാണ്. ആരാടാ നിങ്ങളൊക്കെ എന്ന് ചോദിച്ച് നിധിയും അവരെ തല്ലുന്നു. സുധീഷ് ചോദിക്കുന്നു ഞങ്ങളുടെ വെല്ലിച്ചനെ ഭീഷണിപ്പെടുത്തുന്നോടാ. ഹരീഷും നികേഷും അവിടെ നിന്ന് ഓടിപ്പോകുമ്പോൾ സുധീഷ് ചോദിക്കുന്നു എവിടേക്കാടാ ഓടിപ്പോകുന്നത്? നിധി കല്ലെടുത്ത് എറിയുകയാണ്. ആ കല്ല് സുധീഷിന്റെ ദേഹത്തേക്ക് കൊള്ളുന്നു. സുധീഷ് ചോദിക്കുന്നു നിധി എന്തിനാ എന്നെ കല്ലെടുത്ത് എറിയുന്നേ? തല പൊട്ടാഞ്ഞത് ഭാഗ്യം. ഭയത്തോടു കൂടി നിൽക്കുന്ന ഗംഗാധരന്റെ അരികിലേക്ക് വന്ന് കയ്യിൽ പിടിച്ച് സുധീഷ് ചോദിക്കുന്നു വെല്ലിച്ചന് കുഴപ്പമൊന്നുമില്ലല്ലോ? നിധി ചോദിക്കണ എന്തെങ്കിലും സംഭവിച്ചോ? എന്താ പ്രശ്നം? ആരാ അവരൊക്കെ? ഗംഗാധരൻ പറയുകയാണ് അവരൊക്കെ ആരാണെന്ന് എനിക്ക് അറിയില്ല മോളെ, എന്നെ പിടിച്ചു നിർത്തി സ്വത്തൊക്കെ ചോദിക്കുന്നു, വിൽപത്രം എവിടെയാണെന്നൊക്കെ ചോദിക്കുക, കള്ളന്മാരാണെന്നാ തോന്നുന്നത്. ഇത് കേട്ട് സുധീഷ് പറയുകയാണ് കള്ളന്മാരായിരിക്കും, വെല്ലിച്ചന് കുഴപ്പമൊന്നുമില്ലല്ലോ, അവരടിച്ചോ? ഒന്ന് തിരിഞ്ഞ് മുഖത്തെങ്ങാണോ അടിച്ചായിരുന്നോ? നിധി ചോദിക്കുന്നു വെല്ലിച്ചന് കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പൊ ഗംഗാധരൻ പറയുകയാണ് എനിക്ക് ഒരു കുഴപ്പമില്ല, പക്ഷെ അവരാരാണെന്ന് മനസ്സിലായില്ല. സ്വത്തിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു, മോഷ്ടിക്കാൻ വരുന്നവൻ എന്തിനാ സ്വത്തിന്റെ വിവരങ്ങളൊക്കെ അറിയുന്നേ? ഇത് കേട്ട് സുധീഷ് പറയുകയാണ് വെല്ലിച്ച ഇപ്പോഴത്തെ കള്ളന്മാര് പല സ്വഭാവക്കാരാ, വിൽപത്രം കിട്ടിയാൽ അത് എവിടെയെങ്കിലും പണയം വെച്ച് കാശ് മേടിക്കും, പിന്നെ ആ കടം നിങ്ങൾ അടക്കേണ്ടി വരും. ഇത് കേട്ട് ഗംഗാധരൻ ചോദിക്കാണ് ഇങ്ങനെയൊക്കെയുള്ള മോഷ്ടാക്കളുണ്ടോ? അപ്പൊ സുധീഷ് പറയുകയാണ് ഉണ്ട് വെല്ലിച്ച, ഭാഗ്യം കൊണ്ടാ ഞങ്ങൾ ഈ വഴി വന്നത്, അതുകൊണ്ടല്ലേ ഞങ്ങൾക്ക് വെല്ലിച്ചനെ രക്ഷിക്കാൻ പറ്റിയത്. ഞങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ കയ്യോ കാലോ തല്ലി ഒടിച്ചേനെ അവന്മാർ. പറയാൻ പറ്റില്ല, ജീവൻ എടുക്കാനും ഇവന്മാര് മതിയല്ലോ അല്ലേ നിധി? അപ്പൊ നിധി പറയുകയാണ് അതെ സുധീഷ്. ഇത് കേട്ട് ഗംഗാധരൻ പറയുകയാണ് എനിക്ക് നിങ്ങളെ സംശയം തോന്നുന്നത്. ഇത് കേട്ട് ഞെട്ടി മുഖത്തോട് മുഖം നോക്കുകയാണ് അവർ. സുധീഷ് ചോദിക്കുന്നു വെല്ലിച്ചൻ എന്താ ഈ പറയുന്നത്? വെല്ലിച്ചനെ രക്ഷിച്ച ഞങ്ങളെയാണോ സംശയിക്കുന്നത്? ഗംഗാധരൻ ചോദിക്കുകയാണ് വീട്ടിൽ നിറക്കിയതിന്റെ ദേഷ്യത്തില് നിങ്ങൾ ആളുകളെ സെറ്റ് ചെയ്ത് എന്നെ വിരട്ടുകയാണോ? അപ്പൊ സുധീഷ് പറയുകയാണ് നിധി കേട്ടില്ലേ, വെല്ലിച്ചൻ നമ്മളെ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിലും ഒരാപത്ത് വന്നപ്പോൾ ഓടി വന്ന് രക്ഷിച്ചതല്ലേ നമ്മൾ. ഇപ്പൊ പറയുന്നത് കേട്ടില്ലേ? കണ്ട ഭാവം കാണിക്കാതെ പോകേണ്ടതായിരുന്നു, അതാ നമ്മൾ ചെയ്ത തെറ്റ്. അപ്പൊ നിധി പറയുകയാണ് ഹെൽപ്പ് ചെയ്യാൻ വന്നവരെ സംശയിക്കുന്നു, ഇതൊക്കെ വലിയ തെറ്റാണെങ്കിൽ. അപ്പൊ ഗംഗാധരൻ പറയുകയാണ് സോറി മോളെ, ഞാൻ ടെൻഷനിൽ പറഞ്ഞു പോയതാ. നിധി പറയുന്നു ശരി ഇപ്പൊ ഓക്കെ ആയില്ലേ, ജ്യൂസ് എന്തെങ്കിലും വേണോ? അതൊന്നും വേണ്ട, ഞാൻ പോവാണെന്ന് പറഞ്ഞ ഗംഗാധരൻ അവിടെ വന്ന് പോകുമ്പോൾ നിധി പറയുകയാണ് സൂക്ഷിച്ചു പോണേ അങ്കിളെ. ശരി എന്ന് പറഞ്ഞ ചുറ്റും നോക്കി അവിടെ വന്ന് ഓടി പോവുകയാണ് ഗംഗാധരൻ. ഇത് കണ്ട് പൊട്ടിച്ചിരിക്കുകയാണ് സുധീഷും നിധിയും. കൈ താ നിധി എന്ന് പറഞ്ഞ് സുധീഷ് നിധിക്ക് കൈ കൊടുക്കുമ്പോൾ നിധി പറയുകയാണ് അപ്പോ വിൽപത്രം നിങ്ങളുടെ അച്ഛന്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ സുധീഷ് പറയണ അയാള് കൊണ്ടുപോയി കളഞ്ഞെന്നല്ലേ പറഞ്ഞത്, ഇനി എന്താ ചെയ്യുക? ഈ സമയം ഹരീഷും നികേഷും അവിടേക്ക് വരികയാണ്. ഞങ്ങളുടെ അഭിനയം എങ്ങനെ ഉണ്ടായിരുന്നെന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ സൂപ്പർ ആയിട്ടുണ്ടടാന്ന് പറഞ്ഞ് അവരെ കെട്ടിപ്പിടിക്കുകയാണ് സുധീഷ്. നിധി പറയണ നിങ്ങൾ അഭിനയിച്ച് തകർത്തില്ലേ? സുധീഷ് പറയണ നമുക്ക് നല്ലൊരു ഇൻഫർമേഷൻ കിട്ടിയില്ലേ, വാ നമുക്ക് പോകാം. അങ്ങനെ അവർ സന്തോഷത്തോടു കൂടി അവിടെ നിന്ന് പോവുകയാണ്. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്